ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആളമർത്തുക. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ സ്ക്രിപ്പ് ചെയ്യാതെ കാണുക. ആരാണ് പറയുന്നത് എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൽ നിന്ന് പറയുന്ന മൂല്യവത്തായ വാക്കുകളെ നിങ്ങൾ സ്വാംശീകരിക്കുക. ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ അഥവാ തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട വാക്കുകളാണ് ഈ സാർ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ആരാണ് ഈ സാർ എന്ന് ഇത് ഏകദേശം ഞാൻ ഒരു വിവരണം നൽകുകയാണ്. ഇദ്ദേഹം കണ്ഠരർ മഹേശ്വരുടെ ചെറുമകനാണ്. ആലോചിച്ച് നോക്കൂ, വളരെ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. മാത്രമല്ല 2700ഓളം വരുന്ന TV ചർച്ചകളിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല BBC, ഇന്ത്യ ടുഡേ, ടൈംസ് നൗ തുടങ്ങിയിട്ടുള്ള ദേശീയ പത്രങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, TVകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. മാതൃഭൂമി, മനോരമ, മാധ്യമം തുടങ്ങിയിട്ടുള്ള ചാനലുകളിലും അദ്ദേഹം ചർച്ചാ വിഷയമാണ്, ചർച്ചയ്ക്ക് വിളിക്കാറുണ്ട്. അഥവാ ഏതു നിലക്കും എല്ലാത്തിലും വളരെ തൻ്റേതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞ് നോക്കണം, എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന വാക്കുകളിലൂടെ, മനം കവരുന്ന വാക്കുകളിലൂടെ, കാലഘട്ടത്തിന് ആവശ്യമായ വാക്കുകളിലൂടെ. അതാണ് ഒരു വ്യക്തിയുടെ നയതന്ത്രം എന്ന് പറയുന്നത്. കേവലം എന്താണ് ഒരു ഭരണാധികാരിയുടെ നയതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതുപോലെ ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ നയതന്ത്ര ചാതുരിയോടുകൂടെ ചർച്ചകളിൽ വിജയിക്കുന്ന ഒരു 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 വ്യക്തിത്വമാണ് അദ്ദേഹം, അഥവാ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിത്വം. നമ്മുടെ മലയാളി ഹൗസിൽ അദ്ദേഹം വിജയിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. അപ്പോൾ അതിനൊന്നും ഇപ്പോൾ ഇവിടെ സമയമില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ശബരിമല മേൽശാന്തിയായിട്ടുണ്ടായിരുന്ന കണ്ഠരർ മഹേശ്വരുടെ ചെറുമകൻ, ആലോചിച്ച് നോക്കണം, ആ കണ്ഠരർ മഹേശ്വരുടെ ചെറുമകൻ യഥാർത്ഥത്തിൽ ശ്രീ അയ്യപ്പ സ്വാമിയുടെ ഉമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അദ്ദേഹം ആ ശ്രീ അയ്യപ്പ സ്വാമി യഥാർത്ഥത്തിൽ തൻ്റെ കുഞ്ഞനുജനായി ചേർത്ത് പിടിച്ച വാവരെ പോലെ യഥാർത്ഥത്തിൽ ഇന്ന് ഈ രാഹുൽ ഈശ്വർ ഈ മുസ്ലിം സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ. കാരണം വർഗീയതയുടെ എവിടെയും വർഗീയത മാത്രം കാണുന്ന, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഭക്ഷണം കഴിക്കുന്നതിന് പോലും വർഗീയത, ഒരു ഹോട്ടലിൽ കയറുന്നത് പോലും വർഗീയത, തുപ്പൽ ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ആലോചിച്ച് നോക്കും, ലവ് ജിഹാദ്, ഇതൊക്കെ നടത്തുന്നതോ ഈ അഥവാ ഇവർ മുസ്ലിം സമൂഹം അതിൻ്റെ ഇരകളാണ്. അവരുടെ പെൺകുട്ടികളാണ് യഥാർത്ഥത്തിൽ ചാടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന സംഘികളാലും കൃസംഘികളാലും ഒക്കെ. യഥാർത്ഥത്തിൽ അത് ശരാശരി കണക്കെടുത്ത് നോക്കിയാൽ തന്നെ നിഷ്പക്ഷമായിട്ട് അറിയാൻ കഴിയും. പാലാ ബിഷപ്പും ഈ പറയുന്ന സംഘികളും PC ജോർജും തമ്മിൽ കൂട്ടുമുന്നണിയായി മുന്നോട്ട് പോകുന്ന, അഥവാ എവിടെയാണോ മാലിന്യം, അഥവാ എവിടെയാണോ വിഷം കലക്കി മുതലെടുക്കാൻ കഴിയുന്നത്, അഥവാ നമ്മളൊക്കെ സാധാരണ പറയുമല്ലോ, കുളം കലക്കി മീൻ പിടിക്കുക, അത് തന്നെ, അല്ലെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കുക. കാരണം വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള വിഷ വാക്കുകൾ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ, ആലോചിച്ച് നോക്കുമ്പോൾ കാവി പട, അതുപോലെ തന്നെ കർമ്മ TV നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ ജനൻ TV, അതോടൊപ്പം തന്നെ ഇപ്പോൾ കേരള എന്താ പറയുക, മലയാളം 18 എന്തൊക്കെയാണ് പറഞ്ഞിട്ട് വെറും ഈ വിഷം തുപ്പി, അഥവാ ഈ രാജ്യത്ത് സ്പർദ്ധയുണ്ടാക്കി പ്രത്യേകിച്ച് ഇരകളായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ കൂടുതലായിട്ട് ഇരകളാക്കി മാറ്റി ഉന്മൂലനം ചെയ്യാനുള്ള തന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഈ ഫാസിസ്റ്റ് ഭരണകൂടമാണ്. ആ ഫാസിസ്റ്റ് ഭരണകൂടത്തെ അതിശക്തമായിട്ട് തുറന്നു കാട്ടുന്ന ഒരു വീഡിയോയാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഈശ്വറിൻ്റേത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ സമർപ്പിക്കുന്നത്. നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശ്രദ്ധിക്കണം, പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന, ഒരിക്കലും ഏതെങ്കിലും ഒരു അന്യായമായിട്ട് ഒരു മനുഷ്യനെ കൊന്നാൽ, അതാണ് 5-ാം അധ്യായം 32-ാം വചനത്തിൽ പറയുന്നത്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് തുടങ്ങിയ ആർക്കും സെർച്ച് ചെയ്ത് കാണാവുന്നതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ അന്യായമായി കൊല്ലപ്പെട്ടാൽ അതിന് എന്താ സംഭവിക്കുക? കൊലപ്പെടുത്തിയാൽ ലോകത്തെ മുഴുവൻ കൊലപ്പെടുത്തുന്നത് പോലെയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു മുസ്ലിമാണ് യഥാർത്ഥത്തിൽ ആ ഭീകരന്മാരുടെ തോക്ക് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സ്വയം മരണത്തിന് കീഴടങ്ങിയത്. അതുപോലെ തന്നെ ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ് 2-ാം അധ്യായത്തിൽ
ആലോചിച്ച് നോക്കൂ. 256 വചനത്തിൽ പറയുന്നത് ഒരിക്കലും ബലം പ്രയോഗിച്ചുകൂടാ. അതോടൊപ്പം തന്നെ എന്തെല്ലാമാണ് പറയുന്നത്? ഒരിക്കലും നിങ്ങൾ ഫമൻ ഷാഫൽ യൂമിൻ അഥവാ 18-ാമത്തെ അധ്യായം 29-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കട്ടെ. വിശ്വാസത്തിൻ്റെ പ്രശ്നവുമായി നിങ്ങൾ ഒരിക്കലും ഒരു മനുഷ്യരോട് വിദ്വേഷത്തിൻ്റെയും പകയുടെയും വെറുപ്പിൻ്റെയും ഭാഷ പ്രയോഗിച്ചുകൂടാ. അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് തന്നെ പുറത്താക്കിയ. നോക്കണം, അത് വിശ്വാസത്തിൻ്റെ പേരിലായിരുന്നു. പ്രവാചകൻ ഏകദൈവ വിശ്വാസം പ്രഖ്യാപിച്ചതോടെ മക്കയിലെ ജനങ്ങൾ ആട്ടിപ്പായിച്ച് പ്രവാചകൻ മങ്ങകലെ 400-500 കിലോമീറ്റർ അപ്പുറത്തുള്ള യസ്രിബ് എന്ന് പറയുന്ന ആ നാട്ടിൽ വന്ന് മദീന എന്ന് പറയും. അവിടെ താമസിക്കവേ ഈ പറയുന്ന മക്കയിൽ അഥവാ ഹിജാസിൽ വലിയ വരൾച്ച ഉണ്ടായി എന്ന വിവരം പ്രവാചകൻ അറിഞ്ഞപ്പോൾ തന്നെ ആട്ടിപ്പുറത്താക്കിയവർ, തനിക്കെതിരെ ഉന്മൂലനം നടത്തിയവർ, തന്നെ വധിക്കാൻ പ്ലാൻ ചെയ്തവർ, അവർ വലിയ ബുദ്ധിമുട്ടിലാണ്, വരൾച്ച നേരിടുന്നു എന്നറിഞ്ഞതോടുകൂടെ ആ പ്രവാചകൻ തൻ്റെ കൈകൾ രണ്ടും ആകാശ ലോകത്തേക്ക് ഉയർത്തിയിട്ട് സർവശക്തനായ ദൈവമേ അള്ളാഹുവേ നീ മക്കക്കാർക്ക് മഴ കൊടുക്കണമേ എന്ന് പറഞ്ഞ് ആ പ്രവാചകൻ്റെ അനുയായികൾക്ക് എങ്ങനെയാണ് മതത്തിൻ്റെ എന്നല്ല ഒന്നിൻ്റെയും പേരിൽ അവർക്ക് ലേസ മിന്ന ഹസബിയൻ ഒരു പറ്റത്തിന് പറയാൻ അവർക്ക് പറ്റില്ല, ഒരംശം പോലും. എന്നിട്ട് നിങ്ങൾ കാണുന്നില്ല ഓരോ കമൻറ്റുകൾ പറയുന്നത്. കാരണം ഒരിക്കലും ജാതി അല്ലെങ്കിൽ അവരുടെ മതമാണ് അവർക്ക് വലുത്, എന്ത് വൃത്തികേടും ആ മതത്തിൻ്റെ പേരിൽ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല തുടങ്ങിയിട്ടുള്ള കമൻറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന സംഗീത ചാനലുകളിൽ മുഴുവനും. അതിൽ ഏതാനും ചില കമൻറ്റുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത്. അപ്പോൾ എന്തു തന്നെയായാലും അതല്ല പ്രധാനം. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട അഥവാ ഈ കാലഘട്ടത്തിൽ ആവശ്യമായ രാഹുൽ ഈശ്വർ സാറിൻ്റെ ആ ഏകദേശം 4 മിനിറ്റ് മാത്രമേ ഞാൻ അതിലെടുത്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുന്നു, അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. ഇനി അദ്ദേഹം എന്നോട് കോപ്പിറൈറ്റോ മറ്റോ ആവശ്യപ്പെടുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനിതൊരു പൊതു നന്മ മാത്രം ലാക്കാക്കി ജനങ്ങളിൽ ഇത് എത്തിക്കുക, എങ്ങനെയെങ്കിലും ജനങ്ങൾ ഇത് അറിയട്ടെ. ഞാൻ പറയുന്നത് പോലെ അല്ലല്ലോ രാഹുൽ ഈശ്വർ പറയുന്നത്. ഈ എളിയവനായ, ഈ വിനീതനായ, അല്ലെങ്കിൽ അറിയപ്പെടാത്ത, ഈ പാവപ്പെട്ട, വേണ്ടത്ര പരിജ്ഞാനമില്ലാത്ത, യോഗ്യതയില്ലാത്ത, അറിവില്ലാത്ത, ഈ സെലിബ്രിറ്റി അല്ലാത്ത ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞാൽ അതിന് ഒരു പരിധിയും പരിമിതിയുമുണ്ട്. നമുക്കറിയാം, ഞാനൊക്കെ ഒരു കിണറ്റിലെ തവള മാത്രമാണ്. അദ്ദേഹം അങ്ങനെ അല്ല, അന്താരാഷ്ട്രമായിട്ട് അറിയപ്പെടുന്ന, ഞാൻ നേരത്തെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ വ്ളോഗുകൾ നിങ്ങൾ അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ട് എന്നോട് എന്തെങ്കിലും രീതിയിലുള്ള അവകാശ ലംഘന നോട്ടീസോ മറ്റോ എനിക്ക് വരുത്തരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പൊതുജന നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഞാനിത് സംപ്രേഷണം ചെയ്യുന്നത്. എന്തെങ്കിലും വിരോധമോ വെറുപ്പോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിതാ ഈ വ്ളോഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എന്നുള്ളതുകൊണ്ട് ഒരു ഗാന്ധിയനായ എനിക്ക് 100% പറയാൻ കഴിയും, തീവ്രവാദത്തിന് മതമില്ല. എന്തുകൊണ്ട് മതമില്ല? മഹാത്മാഗാന്ധിയെ കൊന്നവർ ഹിന്ദുക്കളാണോ? അല്ല, ഹിന്ദുത്വവാദികളാണ്. ഇന്ദിരാഗാന്ധിയെ കൊന്നവർ അല്ലെങ്കിൽ ഹിന്ദുത്വ തീവ്രവാദികളാണ്. ഇന്ദിരാഗാന്ധിയെ കൊന്നവർ സിഖുകാരാണോ? അല്ല, സിഖ് തീവ്രവാദികളോ ഖാലിസ്ഥാൻവാദികളോ ആണ്. അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയെ കൊന്നത് തമിഴ് തീവ്രവാദികളാണോ? അല്ല, അത് LTT തീവ്രവാദികളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മതം വേറെ, വിശ്വാസം വേറെ, അതോടെ വിരുദ്ധമായി നിൽക്കുന്ന രാഷ്ട്രീയം വേറെ. തീവ്രവാദത്തിന് മതമില്ല, തീവ്രവാദത്തിന് രാഷ്ട്രീയമാണുള്ളത്. എന്റെ വാദഗതികൾ എന്താണെന്ന് പരിശോധിക്കാം. നമ്മുടെ ആരിഫ് ഹുസൈൻജിയുടെ വാദം കേട്ടതിന് ശേഷം ഞാനൊരു ഒറ്റ കാര്യം പറയുന്നത്, ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ രീതി തുണിമുക്കി നോക്കി പേര് ചോദിച്ച് മതം അതിനകത്ത് പരിശോധിച്ചിട്ട് ഇതിനകത്തൊരു കാര്യം ചെയ്യാൻ അതെ. അപ്പൊ അത് വരുമ്പോ ഇവിടെ ഒരു കാര്യം ക്ലിയർ ആണ്. ഇനിയെങ്കിലും ഈ തീവ്രവാദത്തിന് പിന്നിൽ മതമുണ്ട്, ആ മതം ഇസ്ലാമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. ഇതൊരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണ് എന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് ഇതൊരു ജോഗ്രഫിക്കൽ ഇഷ്യൂ ആണെന്ന് പറയുന്ന സാധനത്തെ മാറ്റി വെച്ചിട്ട് അങ്ങനെ വിശ്വാസത്തിന്റെ പേരിലാണ് കൊല്ലുന്നതെങ്കിൽ, അങ്ങനെ വേറൊരു മതത്തിൽപ്പെട്ട കാഫിറിനെയാണ് കൊല്ലുന്നതെങ്കിൽ പാകിസ്ഥാനിൽ എത്രയോ ഹിന്ദുക്കളുണ്ട്, അവരെ പോയി കൊന്നാൽ പോരെ? ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടോ പാകിസ്ഥാൻ സ്പോൺസറായി വന്നിട്ടോ ഇന്ത്യയിൽ വന്ന് ഇവിടത്തെ ഹിന്ദുക്കളെ തെരഞ്ഞെടുപ്പിച്ച് കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കിയേ, പാകിസ്ഥാനിൽ 50 ലക്ഷത്തോളം ഹിന്ദുക്കളുണ്ട്, അവരെ കൊന്നാൽ പോരെ? ഇതിന്റെ പിന്നിൽ ജോഗ്രഫിയും രാഷ്ട്രീയവും എല്ലാം കൂടിക്കലർന്ന സങ്കീർണമായ വിഷയമാണ്. ഐഡിയോളജിയുടെ പ്രശ്നമാണ് എന്ന് നമ്മൾ അംഗീകരിക്കാനും അത് അഡ്രസ്
ഏത് ഐഡിയോളജി? ആ ഐഡിയോളജിയുടെ പേരാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദം. അതായത് ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ; ഇസ്ലാം വേറെ, ഇസ്ലാമിസം വേറെ; ഹിന്ദു വേറെ, തീവ്ര ഹിന്ദുത്വം വേറെ; ഇസ്ലാം വേറെ, തീവ്ര ഇസ്ലാമിസം വേറെ; സിഖ് മതം വേറെ, തീവ്ര ഖാലിസ്ഥാനി വാദം വേറെ. തീവ്രവാദത്തിന് മതമല്ല, രാഷ്ട്രീയമാണ് പലപ്പോഴും കാരണം. അതായത് ഈ തീവ്രവാദി ആക്രമണം നടക്കുമ്പോൾ, ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദി ആക്രമണം നടക്കുമ്പോൾ, പരിശുദ്ധ മക്കയും മദീനയും ഉള്ള സൗദി അറേബ്യയിൽ ഒരു മുസ്ലിം സഹോദരൻ ഏവദൻ മേരേ വദൻ എന്ന് പറയുന്ന ദേശഭക്തി ഗാനം, ഇന്ത്യൻ ദേശഭക്തി ഗാനം നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി അവിടെ പാടുകയായിരുന്നു. നരേന്ദ്രമോദി ആ പാട്ടടക്കം കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. BJPയുടെയും നരേന്ദ്രമോദിജിയുടെയും ഒക്കെ ഹാൻഡിൽ ചെയ്ത് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്താ, മുസ്ലിങ്ങളല്ലേ? അവർക്ക് വിശ്വാസമില്ലേ? അവർ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നതല്ലേ? അപ്പോ ഇത് തെറ്റിദ്ധാരണയാണ്. ആരിഫായി ശ്രദ്ധിക്കൂ. ചെയ്യാനും അത് അക്നോളജ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അതുകൂടാതെ ഇതൊരു വെറുതെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാതെ ഇത് ഒരു ബാർബറിസവും അതുപോലെ തന്നെ സിവിലൈസേഷനും തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. ബാർബറിസവും സിവിലൈസേഷനും പോലുള്ള വലിയ വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമുക്ക് വിഷയം നോക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊലപ്പെടുത്തിയ ആംഗിളുകൾ ഏതാണ്? മതമാണോ? അതായത് മാവോ സേതുങ്ങിന്റെ പല പോളിസീസും കാരണം ചൈനയിൽ കോടിക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. മാവോ സേതുങ്ങിന് മതം ഉണ്ടായിട്ടാണോ? അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും ആൾക്കാരെ കൊല്ലാൻ 1.5 കോടി 2 കോടിയിലധികം ആൾക്കാരെ കൊല്ലാൻ ഹിറ്റ്ലർ മുമ്പോട്ടിറങ്ങി? അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ ഈവിളായ നാസി പടയിൽ മുമ്പോട്ടിറങ്ങി? ഹിറ്റ്ലർ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നത്? അല്ല. അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ വംശീയവാദവും ഹിറ്റ്ലറിന്റെ രാഷ്ട്രീയവുമാണ് പ്രശ്നം. സ്റ്റാലിന്റെ ചില നിലപാടുകളും നടപടികളും കാരണം കോടിക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോ മാവോയോ സ്റ്റാലിനോ അല്ലെങ്കിൽ ഹിറ്റ്ലറോ പോൾ പോട്ടോ അടക്കമുള്ള ഒരുപാട് ഭരണാധികാരികളുടെ രാഷ്ട്രീയവും തെറ്റായ നയങ്ങളും കാരണം കോടിക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടതിന്റെ എല്ലാം പിന്നിൽ മതമാണോ? അവിടെയാണ് ഈ പറയുന്ന ആൾക്കാർ, ഈ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ വന്ന് ഇന്നലെ കണ്ടത് ഏറ്റവും വിഷമകരമായ കാര്യമാണ്. അതിഭീകരമായി നമ്മൾ തിരിച്ചടിക്കേണ്ട, അതിഭീകരമായി മറുപടി കൊടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് സംഭവിച്ചത്. ഒരു സംശയവുമില്ല. ചില ദൃക്സാക്ഷികൾ സൂചിപ്പിക്കുന്നത് പോലെ ഹിന്ദു ആണോ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് കൊന്നത്. പക്ഷേ അത് വിശ്വാസമില്ലാത്തതുകൊണ്ടോ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാത്തതുകൊണ്ടോ അല്ല. കാശ്മീരിന്റെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ, കാശ്മീരിന്റെ സാഹചര്യത്തിൽ അവിടെ ഉണ്ടാവുന്ന ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സ് ആണ് അതിന്റെ കാരണം. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇവർക്ക് ഇന്ത്യയിലേക്ക് വന്ന് ഈ ഇന്ത്യയിലെ ഹിന്ദുക്കളെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും, അതായത് ഇവർ പലരും പറയുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇസ്ലാമിനെയും കൂടെ കുറ്റം പറയുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ആ വശത്തിൽ കുറച്ച് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം കൂടെ കയറി പോകട്ടെ എന്ന് വിചാരിച്ചാൽ. അങ്ങനെ കൊല്ലാനാണെങ്കിൽ, വിശ്വാസികളല്ലാത്തവരെ കൊല്ലാനാണെങ്കിൽ, ആരിഫ് ഹുസൈൻജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കാഫറുകളെ കൊല്ലാനാണെങ്കിൽ പാകിസ്ഥാനിലെ അവര് കാഫർ എന്ന് വിശ്വസിക്കുന്നവരെ കൊന്നാൽ പോരെ? ഇന്ത്യയിൽ ഒന്നും കൊല്ലേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഒരു വിഷയത്തിന് ഒരുപാട് തലങ്ങളും സങ്കീർണമാണ്. അതില് മതം വരാം, വിശ്വാസം വരാം, ജോഗ്രഫിക്കൽ ഇഷ്യൂ വരാം, സാംസ്കാരികമായ പ്രശ്നങ്ങൾ വരാം, സാമുദായികമായ പ്രശ്നങ്ങൾ വരാം, അവിടുത്തെ കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയങ്ങൾ വരാം. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു കോംപ്ലക്സ് വിഷയത്തിലല്ലേ ഇത് സംഭവിക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. മഹാത്മാഗാന്ധിയെ കൊന്ന ഹിന്ദു തീവ്രവാദമാണോ?